മുല്ലപ്പെരിയാർ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും യോഗത്തിൽ ചർച്ചയാകും. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നമുക്കൊപ്പം. സന്ദീപ്, യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അജണ്ടയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്? സുജയപാർവതി, അല്പസമയത്തിനകം യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇത്തരത്തിലൊരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുക, ഡാം തുറക്കേണ്ടി വന്നാൽ, ഇപ്പോൾ മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വരും ദിവസങ്ങളിലും. അങ്ങനെയാണെങ്കിൽ ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ഒപ്പം തന്നെ പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ മുമ്പോട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരളത്തിലെ എംപിമാർ മുമ്പ് പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിനും അതിന് മുമ്പോട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചും വിലയിരുത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അടിയന്തരമായിട്ടുള്ള യോഗം ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സുജിയ, ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വീണ്ടും ഇടുക്കിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചപ്പാത്തിലും ഉപ്പുതറയിലും അടക്കം ഉണ്ടായിരുന്നു. വരുന്ന ദിവസങ്ങളിലും അത്തരത്തിൽ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകുവാൻ ചില സ്വതന്ത്ര കർഷക സംഘടനകളും അടക്കം തീരുമാനമെടുത്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സമരസമിതി അടക്കം അക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു യോഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ അതുപോലെ തന്നെ കേരളത്തിലെയും ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നയപരമായി തന്നെ ഇരു സർക്കാരുകളും ഈ വിഷയത്തിൽ സമീപിച്ച് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി കേരളം മുന്നോട്ട് വയ്ക്കുക. പുതിയ ഡാം വേണം, ഡാം ഡീകമ്മീഷൻ ചെയ്യണം, ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നടപടികളായിരിക്കും കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എന്തായിരുന്നാലും ഇതിന് ശേഷം, യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണും, ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുജിയ.